തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയോ എൻ നാൾ മുഴുവൻ ഒന്നിലും തന്നിടം എന്നീയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഇത്ര സൗഭാഗ്യം ഇച്ചിരിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ല പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതെ, ആശ്രയം യേശുവിൽ എന്നതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മനുഷ്യൻ ഭാഗ്യവാനായിത്തീരും. അത് കാരണം അവനാണ് സകല നന്മയുടെയും ഉറവിടമായ ദൈവം. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവിൻ്റെ പാദത്തോട് ചേർന്ന് ചെല്ലുവാൻ അവൻ നമുക്ക് കഴിയും, കർത്താവിനാൽ നമുക്ക് കഴിയും. ഇത്ര വലിയ സൗഭാഗ്യം ഈ ഭൂമിയിൽ മാത്രം നമുക്ക് ലഭിക്കുന്നെങ്കിൽ, ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ എത്ര വലിയ സന്തോഷവും സൗഭാഗ്യവുമായിരിക്കും. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ സഹിക്കണം, പരീക്ഷയിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്കൂൾ കുട്ടികൾ മറ്റും പരീക്ഷ സഹിക്കുന്നത് ഇഷ്ടമല്ല. പരീക്ഷ അവർക്ക് ഭയമാണ്. പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ പറയും. പരീക്ഷ ഇല്ലെങ്കിലും പാസ്സായാൽ മതി, അങ്ങനെ അവരുടെ ചിന്ത. പക്ഷെ എന്ത് ചെയ്യാം, പരീക്ഷയില്ലാതെ വിജയമില്ലല്ലോ. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷ അവന് വിജയത്തിന് വേണ്ടിയിട്ടാണ്, ക്ലാസ് കയറ്റത്തിന് വേണ്ടിയിട്ടാണ്. ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പരീക്ഷ ജീവിതത്തിൽ വരുന്ന ശോധനകളാണ്, പ്രയാസങ്ങളാണ്, കഷ്ടതയാണ്. ദൈവം നമ്മെ മനഃപൂർവ്വമായിട്ട് കഷ്ടപ്പെടുത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എന്ന പദം നാം വായിക്കുന്നു. കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. പാപം ചെയ്യുവാനുള്ള പരിശോധന അല്ലെങ്കിൽ പരീക്ഷ തരുന്നത് സാത്താനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-ൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്.
സാത്താൻ്റെ പരീക്ഷയിൽ കടത്തരുത് എന്നാണ്. എന്നാൽ കർത്താവ് തരുന്ന പരീക്ഷ അത് പാപം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ല, അത് ജീവിതത്തിൽ പുതിയ പ്രമോഷന് വേണ്ടിയിട്ടാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യത്തിൽ പരീക്ഷ ദൈവം നൽകുന്ന പരീക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരെയും മനഃപൂർവ്വമായി പാപത്തിലേക്ക് പരീക്ഷിക്കുകയില്ല. അവൻ മനഃപൂർവ്വമായി ആരെയും ദോഷത്തിനായി പരീക്ഷിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുവാനായിട്ടുള്ള പരീക്ഷ ദൈവത്തിൽ നിന്നല്ല വരുന്നത്, അത് സാത്താനിൽ നിന്നാണ്. അതാണ് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ദൈവം നൽകുന്ന പരീക്ഷ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഒരു പ്രമോഷൻ നൽകുവാനാണ്, കർത്താവിനോട് വളരെ അടുക്കുവാനാണ്. അവൻ പിതാവെന്നുള്ളത് കൊണ്ട് നമുക്ക് പുത്രൻ എന്ന നിലയിൽ, മക്കളെന്നുള്ള നിലയിൽ പരീക്ഷ അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ വേണ്ടെന്ന് പറയരുത്, അത് സഹിക്കണം. കർത്താവിൻ്റെ പരീക്ഷ നിരസിക്കരുത്. എബ്രായലേഖനം 12-5-6 വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നു. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ്. എബ്രായർ 12-11 നാം വായിക്കുന്നു. പരീക്ഷ എന്തിനാണ്? അവൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നതിനാണ്. പരീക്ഷ പ്രാപിക്കുന്നതോറും പരീക്ഷയിൽ അകപ്പെടുന്നത് പോലും നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് വളരെ അടുക്കുവാൻ, ഒരടുത്ത ആത്മീയമായ ഒരു സ്റ്റെപ്പ് കൂടെ പ്രവേശിക്കുവാൻ നാം പരീക്ഷയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ പരീക്ഷിക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. നാം അവനെ സ്നേഹിക്കുന്നു എന്നറിയാനാണ്. നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ അത് വെളിയിലേക്ക് പോകുവാനാണ്. അന്തർഭാഗത്തിലെ സത്യം അത് ദൈവം ആഗ്രഹിക്കുന്നു, ഉള്ളിൽ എന്താണെന്നറിയുവാൻ. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 13-4, 8-2, 2 സങ്കീർത്തനം 7-9 ഈ ഭാഗങ്ങളൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ കർത്താവ് പരീക്ഷിച്ചത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്കിൽ നാം വായിക്കുന്നു. പൗലോസിന് ആത്മീയ നിഗളം വരാതിരിക്കുവാൻ ഒരു ശൂലം വേണം എന്ന് ദൈവം കരുതി. ദൈവത്തിന് സ്തോത്രം. ദോഷങ്ങളാൽ അവൻ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് ആത്മീയ നിഗളം വരാം. ഞാൻ കർത്താവിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചു, ഞാൻ ഒത്തിരി ദൈവത്തോട് അടുത്ത വ്യക്തിയാണ്, ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്നൊക്കെ ഒരു അവകാശമുണ്ടാകാം. ദൈവത്തിൽ അവകാശപ്പെടാതിരിക്കുവാൻ, നിഗളിച്ചു പോകാതിരിക്കാൻ. നിഗളം മനുഷ്യ സഹജമാണല്ലോ. പൗലോസ് എത്ര വിശുദ്ധനായിരുന്നാലും, എത്ര ദൈവസന്നിധിയിൽ അടുത്താലും, ഈ മാനുഷിക ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പാപം അതിൻ്റെ അവസ്ഥയിൽ നിന്ന് പൗലോസ് മാറി രക്ഷിക്കപ്പെട്ടതാണെങ്കിലും, കൃപയാൽ ദൈവസന്നിധിയിലാണെങ്കിലും, കൃപയാൽ വിശ്വാസത്താൽ സ്വർഗത്തിലാണെങ്കിലും, ഈ മാനുഷിക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നിഗളമുണ്ടാകാം. അതൊരു മനുഷ്യപ്രകൃതമാണ്. അതുകൊണ്ട് പൗലോസ് നിഗളിച്ചു പോകാതെ ഇരിക്കുവാൻ ഒരു ശൂലം കൂടെ അവന് നൽകിയെന്ന് നാം വായിക്കുന്നു. സാത്താനെ കുത്താനേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. നിഗളിച്ചു പോകാതിരിക്കുക. ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിലും നിഗളമുണ്ടാകാതിരിക്കാൻ, ദൈവസനിൽ തന്നെത്താൻ താഴ്ത്തുവാൻ, ദൈവസനിൽ നമ്മെ ഒന്ന് ഒതുക്കി കൊണ്ടുവരുവാനായി ചില ശൂലങ്ങൾ എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. പൗലോസിനെ പോലെ അത്ര വലിയ നിഗളമൊന്നും നമുക്ക് വരാൻ കഴിയില്ല. കാര്യം അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവവചനത്തിൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അനുഭവം പൗലോസിൽ നിന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകചരിത്രം പറയുന്നത് ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്നാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. അത്രയൊന്നും അതിൻ്റെ 10,000-ൽ 1 ഭാഗം പോലും നമുക്കാർക്കും ദൈവസന്നിധിയിൽ അവകാശപ്പെടുവാൻ കഴിയില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മെ പൗലോസിനെ പോലുള്ള ശൂലം കൊണ്ട്, അതുപോലെയുള്ള ശൂലം കൊണ്ട് നാം ദണ്ഡിക്കപ്പെടുന്നില്ല. എന്നാൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനായി ദൈവം ചില കൊച്ചു കൊച്ചു ശൂലങ്ങൾ നമുക്ക് ഇടാറുണ്ട്, സാത്താനോട് കൽപ്പിക്കാറുണ്ട്.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ശൂലത്തിൻ്റെ അതിൻ്റെ മുന കൊണ്ട് നാം മാരകമായി മുറിപ്പെടാതെ ഇരിക്കുവാൻ, നാം തകർന്നു പോകാതെ ഇരിക്കുവാൻ, നാം നമ്മുടെ കഷ്ടതയെ അതിജീവിക്കുവാനായി ആ ശൂലത്തിൻ്റെ മുന കർത്താവ് കുറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. സാത്താൻ കുത്തുന്ന ശൂലത്തിൻ്റെ മുന ദൈവകൃപയുടെ ഒരു കവറിങ്ങോടുകൂടെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോബ് സാത്താനോട് പറഞ്ഞു, നീ അവനെ ദണ്ഡിപ്പിച്ചോ, പക്ഷേ അവൻ്റെ ജീവനെ മാത്രം, അവൻ്റെ പ്രാണനെ തൊടരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സാത്താൻ ഉപദ്രവിക്കുകയാണെങ്കിൽ, പീഡ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ, ആ ശൂലത്തിൻ്റെ അതിൻ്റെ മൂർച്ച കുറയ്ക്കുവാനായി ദൈവകൃപയുടെ ഒരു വലിയ കവറിങ് ആ ശൂലത്തിനുണ്ടാവും. നമ്മൾ അതിവേദന എടുത്ത് നിലവിളിക്കാതെ ഇരിക്കുവാൻ, നാം തകർന്നു പോകാതെ ഇരിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു കൃപയുടെ കരുതൽ എല്ലാ പരീക്ഷയോടും കൂടെ, എല്ലാ ശൂലത്തോടും കൂടെ, ശൂലം കുത്തി നമ്മുടെ പ്രാണനെ തകർത്ത് കളയുവാതിരിക്കുവാൻ ദൈവകൃപയുടെ ഒരു കവറിങ് നമുക്ക് പ്രതികൂലത്തിൻ്റെ മേലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യോബിനെ ദൈവം പരീക്ഷിച്ചു, എന്നാൽ അവൻ കൃപയിൽ നിന്ന് വീണു പോയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യനായ ശീമോനോട് കർത്താവ് പറയുന്നു, ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പോയിപ്പോകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവന് അനുവാദം കൊടുത്തില്ല. യോബിനെ സാത്താൻ അവനോട് അനുവാദം ചോദിച്ചപ്പോൾ യോബിനെ വിട്ടുകൊടുത്തു. കാരണം കർത്താവിനറിയാം യോബിൻ്റെ വിശ്വാസം അതിശക്തമായ വിശ്വാസമാണ്. പക്ഷെങ്കിൽ ശീമോനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് അവൻ്റെ വിശ്വാസത്തിൽ വലിയ പ്രതീക്ഷയില്ല. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വാസം വിട്ട് പോകാതെ ഇരിക്കുവാൻ, ദൈവപൈതലേ, നമ്മെ ദൈവം വിശ്വാസത്തിൽ നിന്ന് പോകാതെ ഇരിക്കുവാനായി നമ്മെ പരീക്ഷയിൽ കൂടെ കടത്തിവിടാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. നാം തകർന്നു പോകുമോ, പിന്മാറിപ്പോകുമോ, നമുക്ക് താങ്ങുവാൻ കഴിയില്ലയോ, നാം നിരാശപ്പെട്ടു പോകുമോ എന്നെല്ലാം നോക്കി മാത്രമേ ദൈവം നമ്മെ പരീക്ഷയിലൂടെ കടത്തിവിടുകയുള്ളൂ. അവൻ്റെ വലിയ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിലൂടെ നാം തകർന്നു പോകാതെ ഇരിക്കുവാൻ അവൻ്റെ കൃപയുടെ കരവും നമ്മെ തലോടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കഷ്ടതയുടെ കഠിനത ദൈവം കുറച്ച് നൽകുവാനും നമ്മോട് വിശ്വസ്തത കാണിക്കും. ദൈവത്തിന് സ്തോത്രം. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് അവസരം നൽകും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്? ദൈവം ചിലപ്പോൾ നമ്മോട് ഏറ്റവും സ്നേഹമുള്ളതിനെ ചോദിച്ച് പരീക്ഷിക്കും. അങ്ങനെയായിരുന്നല്ലോ അബ്രഹാമിനോട്. അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള ഭാഗങ്ങളിൽ ഒരു വലിയ ഇടിമുഴക്കവും ഒരു വലിയ പ്രതിസന്ധിയും ഇസ്രായേൽ മക്കൾക്കുണ്ടായി.
ദൈവം ചിലപ്പോൾ അങ്ങനെ നമ്മെ പരീക്ഷിക്കും. ദൈവത്തിന് ചുറ്റുപാട് കുലുങ്ങും, നമ്മുടെ പരിതസ്ഥിതിക്ക് മാറ്റം സംഭവിക്കും, അപ്രതീക്ഷിതമായ പലതും സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭയപ്പെടരുത്. ദൈവം പരീക്ഷിക്കുകയാണെന്ന് അറിയണം. നാം പാപം ചെയ്യാതെ ഇരിപ്പാൻ ദൈവം പരീക്ഷിക്കുകയാണ്. ദൈവ ഭയം വരുത്തുവാനായി ദൈവം ചിലപ്പോൾ നമ്മെ ഇടിമുഴക്കം കേൾപ്പിക്കുന്നത് പോലെ, പുറപ്പാട് പുസ്തകത്തിൽ ഇടിമുഴക്കം കേൾപ്പിച്ച് ഇസ്രായേൽ മക്കളെ ഭയപ്പെടുത്തി. പരിതസ്ഥിതിക്ക് വ്യത്യാസമായി വലിയ മഹാമാരികൾ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദൈവം പരീക്ഷിക്കുന്ന, ലോകത്തെ മുഴുവനും പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശേഷാൽ അനേകർ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനുള്ള ഒരു സന്ദർഭമാണ്. കർത്താവിനെ വിട്ടുപോകാതെ ചേർന്നിരിപ്പാനുള്ള അവസരമാണ് ഇപ്പോഴത്തെ പരീക്ഷ. മഹാമാരി മുഖാന്തരം, സുനാമി മുഖാന്തരം, ഭൂകമ്പം മുഖാന്തരം, ക്ഷാമം മുഖാന്തരം, വലിയ വലിയ പകർച്ചവ്യാധി മുഖാന്തരം, ലോക മഹായുദ്ധങ്ങൾ മുഖാന്തരമൊക്കെ ദൈവം ചിലപ്പോൾ നമ്മെ പരീക്ഷിക്കും. ഈ കഷ്ടതയുടെ സമയത്ത് തൻ്റെ മക്കൾ എന്ത് ചെയ്യും? ദൈവത്തോട് അടുത്തിരിക്കുവാൻ കഴിയുമോ? അതോ നിരാശപ്പെടുമോ? ദൈവം പല വിധത്തിലും നമ്മെ പരീക്ഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 500,000 പുരുഷന്മാർക്ക് കഴിക്കുവാൻ എന്ത് ചെയ്യും? ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു. എവിടെ നിന്ന് കിട്ടും? എങ്ങനെ കിട്ടും? നിങ്ങളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസിനോട് കർത്താവ് ചോദിച്ചു. പ്രശ്നങ്ങൾ ഉന്നയിച്ച് ചിലപ്പോൾ കർത്താവ് നമ്മെ പരീക്ഷിക്കും. ഇവർക്ക് എങ്ങനെ തിന്മാൻ കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. പരീക്ഷിക്കാനാണ് കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചത്. പക്ഷേ ഫിലിപ്പോസ് കണക്ക് കൂട്ടി. പലപ്പോഴും നമ്മുടെ പരീക്ഷയുടെ മുമ്പാകെ നമ്മുടെ കണക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്ര രൂപയ്ക്ക് എത്ര കിട്ടും, ഇത്ര രൂപയ്ക്ക് എത്ര കിട്ടും, ഇതാ ചിന്ത പലപ്പോഴും. ദൈവവേദലെ നമ്മുടെ കണക്കൂട്ടൽ കൊണ്ടല്ല നാം രക്ഷപ്പെടുന്നത്. ദൈവവേദലെ നിൻ്റെ കണക്കൂട്ടലനുസരിച്ചല്ല നിൻ്റെ പൈതലിന് ദൈവം വിടുതൽ നൽകുന്നത്. നിൻ്റെ കണക്കൂട്ടലനുസരിച്ചല്ല നിൻ്റെ രോഗസൗഖ്യം, നിൻ്റെ സമ്പാദ്യമനുസരിച്ചാവണമെന്നില്ല നിൻ്റെ ഭവനം. ദൈവത്തിന് സകലതും സാധിക്കും എന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ഫിലിപ്പോസ് കണക്ക് കൂട്ടി. പക്ഷേ കർത്താവിനത് ഇഷ്ടമായില്ല. കർത്താവ് എന്താ പ്രതീക്ഷിച്ചത്? തൻ്റെ മകൻ പറയണം, കർത്താവേ നീ കൂടെ ഉണ്ടെങ്കിൽ 5000 അല്ല 1,00,000 പേർക്കും ഭക്ഷിപ്പാൻ കൊടുക്കാം എന്ന് തൻ്റെ മകൻ ഫിലിപ്പോസ് പറയുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. നമ്മിൽ നിന്നും കർത്താവ് അതാ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സകലതും സാധ്യമല്ലോ കർത്താവേന്ന് നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചും കർത്താവ് നമ്മെ പരീക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് പറഞ്ഞു, ജനത്തെ പന്തി പന്തിയായി ഇരുത്ത്. അവൻ ആ അഞ്ചപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി, ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും വാഴ്ത്തി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു, ജനത്തിന് ഭക്ഷിപ്പാനായി. ഫിലിപ്പോസ് പരാജയപ്പെട്ടു പോയി. അവൻ്റെ കണക്കൂട്ടൽ അവസാനിച്ചു. ദൈവപൈതലെ, നിൻ്റെ കണക്കൂട്ടൽ അവസാനിക്കുന്നിടത്ത് ദൈവം അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബാലൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് അവൻ കർത്താവിന് വേണ്ടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ബാലൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിച്ചു. ഇത്രയും വലിയ പുരുഷാരത്തിന് കൊടുക്കുവാൻ 5 അപ്പം എന്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ആ 5 അപ്പത്തെ കർത്താവ് വാങ്ങി. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് കർത്താവ് നോക്കും. നിങ്ങളുടെ പക്കൽ എന്തുണ്ട് കർത്താവ് നോക്കും. നമ്മുടെ ഉള്ളത് പൂർണ്ണമായി സമർപ്പിക്കുവാൻ, എന്നെയും എനിക്കുള്ള സകലത്തെയും എന്ന പാട്ടുകാരൻ പാടുന്നത് പോലെ നമുക്കുള്ളത് മുഴുവനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ, ദൈവത്തിന് സ്തോത്രം, അതിനെ പെരുപ്പിക്കുവാൻ, അതിനെ വളർത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അവൻ്റെ വിശ്വസ്ത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ മുഖാന്തരം ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. സെക്കര്യാ പ്രവചനം
ദൈവത്തിന് സ്തോത്രം. 13-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം അങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ശുദ്ധീകരണം വരുവാൻ ഇടയായിത്തീരും. സെഖര്യാ പ്രവചനം 13-ാം അധ്യായം. സെഖര്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സെഖര്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കും പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവം എന്ന് അവരും പറയും. എന്തിനാണ് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? പരീക്ഷയുടെ ഫലം എന്താണ്? അതാണ് നാം വായിച്ചത്. ശുദ്ധീകരണം ഉണ്ടാകും. ശുദ്ധീകരിച്ച് വെള്ളി പോലെ പൊന്നുപോലെ നിർമ്മലീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. കണ്ടോ, യോബ് പറയുന്നു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ, പൊന്നിനേക്കാൾ വിലയേറിയതാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ. ദൈവത്തിന് സ്തോത്രം. അതെ, നമ്മുടെ പരീക്ഷകൾ പൊന്നിനേക്കാൾ വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. മലാക്കി 3:3 തീയിൽ പൊന്ന് ഉരുകുന്നത് പോലെ ശുദ്ധീകരണത്തിനായി. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, കർത്താവിലും അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിലും പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ ലഭിക്കുന്നത്, പരീക്ഷ നൽകുന്നത് നമുക്ക് സ്ഥിരത ഉണ്ടാക്കുവാൻ, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അവനിൽ സന്തോഷമുണ്ടാകുവാൻ. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിൽ നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് ചേർന്നിരിക്കണം. നമുക്ക് സ്ഥിരതയുണ്ടാക്കും, വിശ്വാസത്തിൽ ഉറപ്പിക്കും, നമ്മെ ശോധന ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലടിയങ്ങളെ സമർപ്പിക്കുന്നു. നല്ല പ്രഭാതത്തിനായി സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, നീ നൽകുന്ന പരീക്ഷകൾ സഹിക്കുവാൻ കൃപ ചെയ്യണം. പൗലോസിൻ്റെ ജീവിതത്തിൽ അവന് നീ ശൂലം നൽകിയതായി ഞങ്ങൾ വായിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയാതെ കൃപയുടെ ഒരു പൊതിച്ചിൽ, ഒരു പാക്കിംഗ് ആ ശൂലത്തിനുണ്ടായിരുന്നു ഞങ്ങൾ ചിന്തിച്ചല്ലോ. പലപ്പോഴും ഞങ്ങൾ പരീക്ഷയിൽ തകർന്നു പോകാതെ ഇരിക്കുവാൻ താങ്ങാവുന്നതിലും അധികമായ കഷ്ടതയിലൂടെ നടത്താത്ത നല്ല ദൈവമാണ്. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കളയാതെ ഇരിപ്പാൻ, അവൻ്റെ വിശ്വാസം പോയിപ്പോകാതെ ഇരിപ്പാൻ പത്രോസിനെ നീ കടുത്ത ശോധനയിലൂടെ കടത്തിവിട്ടില്ല. അവന് വേണ്ടി വാദിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പോയിപ്പോകാതെ ഇരിപ്പാൻ നീ ഞങ്ങൾക്ക് കടുത്ത ശോധന നൽകാത്തതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം, ഞങ്ങളെ ശാന്ത തുറമുഖത്ത് എത്തിക്കുന്ന നല്ല കർത്താവാണ്. ഈ കൊടുങ്കാറ്റിൽ തിരയിൽപ്പെട്ടു പോകാതെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ കൃപ ചെയ്യണം. എൻ്റെ മക്കളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രയാസങ്ങളിൽ ഞരങ്ങുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വിടുതലും ആശ്വാസവും കൽപ്പിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയച്ചതിനാൽ സ്തോത്രം, മറുപടി നൽകിയതിനാൽ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ.